പരിസ്ഥിതി പ്രവർത്തകൻ ബാദുഷ ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമ്മോടൊപ്പം. ശ്രീ എൻ ബാദുഷ, വയനാടിന്റെ പലയിടങ്ങളിലായി പലകുറി മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൂടെ ഈ ചുരത്തെക്കുറിച്ചുള്ളൊരു ആധിയും ആശങ്കയും ഒരാളലും ഒക്കെ കടന്നു പോകാറുണ്ട്. പക്ഷേ നാളിതുവരെ ചുരം നമ്മെ കാര്യമായി ചതിച്ചിട്ടില്ല, പാത ഒരുക്കിയിട്ടുണ്ട്, വഴി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം കുറെ കൂടി ഗൗരവതരത്തിലും ഗുരുതരവുമാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും ഗുരുതരം തന്നെയാണ്. ഇതിനേക്കാൾ വലിയ മണ്ണിടിച്ചിൽ 1984 ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ അതിന്റെ ദൃക്സാക്ഷിയാണ്. ഞാൻ തന്നെ ചുരത്തിൽ നടന്ന് മണ്ണിടിച്ചിൽ കാണാൻ വേണ്ടി പോയപ്പോൾ, ഞാൻ അന്ന് വളരെ ചെറുപ്പമാണ്, പോയപ്പം എന്റെ രണ്ടു ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി. ഞാനും അന്നത്തെ മാതൃഭൂമി ലേഖനായ അന്തരിച്ച ജയേന്ദ്രനും കൂടി പോയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ വളരെ ഗുരുതരമായ ഒരു മണ്ണിടിച്ചിലാണ്. പക്ഷെ ഇത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായ പ്രശ്നം എന്താന്ന് വെച്ചാൽ, വയനാടിനെ കേരളത്തിന്റെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നിലവിലുള്ള 5 ചുരം റോഡുകളുണ്ട്. ഈ 5 ചുരം റോഡുകളും നന്നാക്കുന്നതിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും മോഡേണൈസ് ചെയ്യുന്നതിലും ഗതാഗത യോഗ്യമാക്കുന്നതിലും നിലവിലുള്ള നിയമപ്രകാരം ചെയ്യേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലും സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും കുറ്റകരമായ അനാസ്ഥ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മന്ത്രിമാരടക്കമുള്ള, വയനാട്ടിൽ നിന്നുണ്ടായിട്ടുള്ള മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ, ഇപ്പൊ കേളു വയനാടിന്റെ മന്ത്രിയായിട്ടുണ്ട്. ഇവരൊന്നും തന്നെ ഈ വയനാടിന്റെ എന്ന് വെച്ചാൽ മഴ വരുമ്പോൾ ചെറുതായൊരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ മാത്രമേ ശ്രദ്ധയുണ്ടാകുന്നുള്ളൂ എന്ന് മാത്രമല്ല, ഈ താമരശ്ശേരി ചുരത്തിൽ ഈ ട്രാഫിക് ജാം ഒരു നിതാന്ത പ്രശ്നമാണ്. അതിലൂടെ ഹെവി ആയിട്ടുള്ള വാഹനങ്ങൾ കടത്തിവിടരുത്, അവിടെ ഗതാഗതം നിയന്ത്രിക്കണം. ശനിയും ഞായറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമിതമായ വാഹന പ്രവാഹങ്ങൾക്ക് പരിഹാരം വേണം. അതിനൊക്കെ പുറമെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, വയനാട്ടിൽ വാഹന ബാഹുല്യം കൊണ്ട് ഗ്രാമങ്ങളിൽ പോലും ആദിവാസികൾക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും സഞ്ചരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇവിടെ ഒരു കാരിങ് കപ്പാസിറ്റി നിർണ്ണയിക്കണം. ഇതിനുവേണ്ടി ഒരു വിദഗ്ധ സമിതി വേണം. ചുരത്തിലൂടെ ഇത്രയും ഭാരം കൂടിയ 40ഉം 20ഉം ടണ്ണുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ ആരാണ് അനുമതി കൊടുത്തത്? അതേക്കുറിച്ച് വിദഗ്ധന്മാർ എന്തെങ്കിലും ശുപാർശ നൽകുകയോ പഠനം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ വെസ്റ്റേൺ ഘാട്സിലുള്ള എല്ലാ ചുരം റോഡുകളും ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ബോംബെയിൽ നിന്നും പൂനെയിലേക്ക് പോകുന്ന റോഡ്, അതുപോലെ തന്നെ മംഗലാപുരത്തിലേക്ക് പോകുന്ന റോഡ്, സത്യമംഗലം റോഡ്, ഈ റോഡുകളൊക്കെ തന്നെ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ അതാത് സംസ്ഥാന സർക്കാരുകൾ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടെക്നോളജികളുണ്ട്, വീതി കൂട്ടിയിട്ടുണ്ട്. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് താമരശ്ശേരി ചുരത്തിന്റെ വീതി വലിയ വാഹനങ്ങളിൽ, ചരക്ക് ലോറികളിൽ, ട്രക്കുകളിലൊക്കെ കാര്യമായും ഉള്ളത് ഈ മാനന്തവാടിയിലേക്കും സുൽത്താൻ ബത്തേരിയിലേക്കും കൽപ്പറ്റയിലേക്കും ഒക്കെ ഉള്ള ചരക്കുകളാണ്. അവിടെയൊക്കെ വലിയ തോതിൽ മനുഷ്യർ അധിവസിക്കുന്നുണ്ട്. അവരിലേക്ക് ഈ സംഗതികൾ എത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ചരക്ക് ലോറികൾ അതുവഴി കടത്തിവിട്ടേ പറ്റൂ നമുക്ക്. അപ്പോ അതിന് ബദൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലക്ക് പ്രായോഗിക മാർഗങ്ങളോ തേടുകയല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്. അതന്നെ തീർച്ചയായിട്ടും വയനാടിന്റെ ലൈഫ് ലൈനാണ് ഈ റോഡുകൾ. അതിലൂടെ ട്രക്കുകൾ കടത്തിവിടണം. പക്ഷെ ഇതിന് സംസ്ഥാന സർക്കാരിന് യാതൊരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ല, ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. വലിയൊരു മഴ വന്നിട്ടുണ്ടെങ്കിൽ 5 റോഡുകളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം തന്നെ ഈ പാൽച്ചുരത്തിലുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലേക്ക് പോകുന്ന പേരിയ ചുരത്തിലുണ്ടായിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഉണ്ടാവാത്തതുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുന്നതൊക്കെ താമരശ്ശേരി ചുരത്തിലാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ ഇതൊന്നും ചെയ്യാൻ തയ്യാറില്ല. ഒറ്റ കാര്യം കൂടി പറയോട്ടെ, നമ്മുടെ കുറ്റ്യാടി ചുരം വളരെ പെട്ടെന്ന് നിസ്സാരമായിട്ട് സംസ്ഥാന സർക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് അത് മോഡേണൈസ് ചെയ്ത് വീതി കൂട്ടി വയനാട്ടിലേക്കുള്ള ഒരു റോഡായി മാറ്റാവുന്നതാണ്. ഇന്നലെ രാത്രി ഞാൻ ആ റോഡിലൂടെയാണ് കടന്നു വന്നത്. കോഴിക്കോട് മുതൽ മാനന്തവാടി വരെ ട്രാഫിക് ജാമാണ്. ഇത് ഒരു ഭാഗത്ത് 2 ഭാഗത്തും വനഭൂമിയുള്ള 1 ഇഞ്ച് സ്ഥലവും ഇല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന MOEF-ന്റെ അനുമതി അതിനാവശ്യമല്ല. വനം ഏറ്റെടുക്കേണ്ടതില്ല. അല്ലാതെ തന്നെ ആ റോഡ് വീതി കൂട്ടി നല്ലൊരു റോഡാക്കി മാറ്റാവുന്നതാണ്. അതിനൊന്നും ശ്രമിക്കാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം കണ്ണീരൊഴുക്കുകയും നാട്ടുകാരോട് അപ്രായോഗികമായ തുരങ്ക റോഡിനെ പറ്റി സംസാരിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും തീർച്ചയായും സൂചിപ്പിച്ചത് ഒരു മഴ വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ ചെറുതായെങ്കിലും ഒന്ന് മണ്ണിടിയുമ്പോൾ മാത്രമാണ് താമരശ്ശേരി ചുരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത്. അത് പോരാ, നേരത്തെ തന്നെ ശ്രദ്ധ വേണമായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത്. നന്ദി ശ്രീ ബാദുഷ പ്രതികരിച്ചതിന്.